സാനിഹ് ഭാര്യ എന്നായിരുന്നു അവർ. ആ കുട്ടികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. സാനിഹ് ഭാര്യ എന്നതിന് അവർ പേര് പറഞ്ഞിരുന്നു. എന്നാൽ മാ വല്ലാക മയാമിനുഹു, പല ഭാഗം കൊണ്ട് നേട്ടമുണ്ടായ കാര്യങ്ങൾ. സാനിഹ് ഭാര്യ എന്നവർ പറഞ്ഞിരുന്നു. സാനിഹ് ഉണ്ടായാൽ അവർ യാത്ര തുടർന്നിരുന്നു, ഭാര്യ ഉണ്ടായാൽ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരി അവിടെ പറയുന്നുണ്ട്, ഇതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അവരെ വിശ്വാസിക്കുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല. എന്തുകൊണ്ട്? ഇന്നമാഹുവ തകല്ലുഫുൻ ബിതആതി മാല അസ്ലലഹു, അസ്ലില്ലാത്ത കാര്യത്തിനെ അവർ ബരമേൽപ്പിക്കുകയാണ്. ഇത് ലാ നുത്ഖലി ത്വയ്രി വലാ തമീസ, ഏത് ഭാഗത്തുനിന്നാണ് പറക്കേണ്ടത് എന്ന വല്ല വിവരമോ വല്ല വിവേകമോ, ലാ തമീസ ലിത്വയ്രി, പക്ഷിക്ക് ഒരു തമീസോ ഒരു കഴിവോ ഇല്ലല്ലോ. ഫയുസ്തദല്ല ബിഫഇലിഹി, അതിന്റെ പ്രവർത്തനം കൊണ്ട് ലക്ഷ്യം പിടിക്കണമെങ്കിൽ അതിന് അങ്ങനത്തെ വല്ല കഴിവും വേണ്ടി, അത് കഴിവില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു ഇൽമ് ശേഖരിക്കേണ്ടിടത്ത് നല്ലാതെ ഒരു ഇൽമ് ശേഖരിക്കുക എന്നത് ജഹ്ലും മിൻ ഫാഇലിഹി, ശിർക്ക്, അതിൽ തഅ്സീറുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാകും. ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്. ഹബീബായ നബി എന്നെ പഠിപ്പിക്കുന്നുണ്ട്, എന്റെ മുഖത്തേക്ക് ആരും നോക്കി പേടിപ്പിക്കണ്ട, ഇത് തീറത്ത് ശിർക്കാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് വരുന്നുണ്ട്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരി വളരെ വിശദീകരിച്ച് ഫത്ഹുൽ ബാരി 10-ാം അധ്യായത്തിന്റെ 213-ാമത്തെ പേജിൽ ഇത് പറയുന്നുണ്ട്. പക്ഷിയെ അവലംബിക്കുന്ന മാർഗങ്ങൾ, ചിന്തിക്കണം നിങ്ങൾ, വളരെ ആലോചിക്കണം ഈ പറയുന്നത്. പക്ഷിയെ അവലംബിക്കുന്ന മാർഗങ്ങൾ നമ്മളിലും വരുന്നുണ്ട്. ഉദാഹരണം പറയാ, പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, അതിൽ വലിയ കൂടുതൽ ആ വിഷയത്തെ ആശ്രയിച്ചിരുന്നത് നമ്മളെ സമുദായത്തിലെ ഇപ്പോഴും ഉണ്ട്. ആ ബസ് സ്റ്റാൻഡിലൊക്കെ ചിലപ്പോൾ കാണാല്ലേ, അങ്ങനെയല്ലേ, ഉണ്ടല്ലോ. ചില ആളുകൾ ഈ തത്തയും കൊണ്ട് നടക്കും. എന്നിട്ട് അവരുടെ കയ്യിൽ കുറെ ഈ ചീട്ടുകൾ ഉണ്ടാവും. എന്നിട്ട് ഏതെങ്കിലും ഒരു ചീട്ട് ഇത് തപ്പിയെടുത്താല് അത് നോക്കിയിട്ട് ഇങ്ങനെ കിറുകിറൂന്ന് പറഞ്ഞിട്ട് പറയും ഈ പെണ്ണുങ്ങൾ എങ്ങനെ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ആണുങ്ങൾ. ഇന്ന് കണ്ടിട്ടില്ലേ നിങ്ങൾ അതും കണ്ടിട്ടില്ലേ? ഈ സാധുവായ ഒക്കെ ഞാൻ തന്നെ കാണണം, നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഇത് ആലോചിക്ക്, ഇതൊക്കെ ഇന്നും നടപ്പുണ്ട്. എന്നിട്ട് ഈ പക്ഷിയെ ഒരു പക്ഷിതാ നോക്കി ഒന്ന് തെരഞ്ഞെടുത്തു. എന്നിട്ട് ആ പക്ഷി തെരഞ്ഞെടുത്ത ആ ചീട്ട് നോക്കിയിട്ട് ഇയാൾ ഇങ്ങനെ വിശദീകരിക്കും. അതിനനുസരിച്ച് ഇയാൾ ഇങ്ങനെ ഈ ചീട്ട് നോക്കിയിട്ട് ഇയാൾ വിശദീകരിക്കും കാര്യങ്ങളൊക്കെ. എന്താ ചീട്ടിൽ എഴുതിയത്? അത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നുള്ള രേഖയില്ല. ഇയാളെ നുണയാത്താകുന്നു. ഏത് ചീട്ടെടുത്താലും ഇയാൾ പറയാൻ പോണത് അതന്നെയാണ്. എല്ലാ ഷീട്ടെടുത്താലും നമ്മളെ ഷീട്ട് എടുത്ത് നോക്കുമ്പോ ഒക്കെ ക്ലിയർ ആണെന്നാ പറയാ. മറ്റോൻ ഷീട്ട് എടുത്താലോ അതും ക്ലിയർ തന്നെ. ഏത് ഷീട്ടാ ക്ലിയർ അല്ലാത്തത്? പിന്നെ അവസാനം ഉടക്ക് വെക്കുന്ന ചില ഷീട്ടുകൾ ഉണ്ടാവും. അതിന് പിന്നെ പൈസന്റെ വല്ല വിഷയം ഉണ്ടാവും. വലിയ ചില വിഷയങ്ങൾ, രാഹുകാലം, ഗുളികകാലം, ചില വിഷയങ്ങൾക്ക് ചില അബദ്ധങ്ങൾ, ശനിയൊക്കെ വല്ലാതെ കയറി വരുന്നുണ്ട്. അതിന് ചില പൂരാവിധികളൊക്കെ ഉണ്ട്. നിങ്ങൾ പൈസ മുടക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശനിദശ മാറിക്കിട്ടും എന്ന് വേണമെങ്കിൽ അവർ പറയും ചെയ്യും. അപ്പൊ പുതിയ ഒരു പൈസക്ക് അവിടെ വേദിയും ഒരുങ്ങും. ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്യുന്നത്, മറ്റവരെ കാര്യമല്ല. മറ്റുള്ളവരുടെ ആഭ്യന്തരത്തിൽ ഞാൻ കൈവക്കുന്നില്ല. ഇത് തനിച്ച ഷിർക്കിന്റെ ഭാഗമാണ്. ഇത് ബഖയ്യത്തു ഷിർക്കാണ്, ഷിർക്കിന്റെ ബാക്കിയാണ്. തഅ്സീറുണ്ടെന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണ്, അല്ലെങ്കിൽ ഹറാം. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. പക്ഷിയെ ആശ്രയിക്കരുത്. എന്തു പക്ഷി? നിങ്ങൾ ആലോചിക്കണം. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറയുന്നു റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയുന്നു, കുൽനാ ജലൂസൻ ഇൻദ ഇബ്നു അബ്ബാസ്, ഞങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഇരിക്കുകയായിരുന്നു. ഫമറ ത്വായിറുൻ, അപ്പോൾ ഒരു പക്ഷി പറന്നു. യസീഹു, അതിങ്ങനെ അട്ടഹസിച്ച് പറക്കാൻ തുടങ്ങി. ഇബ്നു അബ്ബാസിന്റെ അടുത്തിരിക്കുമ്പോ പരിസരത്ത് ഒരു പക്ഷി ഒച്ചയുണ്ടാക്കി പറക്കാൻ തുടങ്ങി. ഫഖാല റജുലുൻ മിനൽ ഖൗമി, അപ്പൊ അവിടെ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞു, ഖൈർ 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 വരാൻ പോകുന്നുണ്ട് എന്ന്. ഫഖാല ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ലാ ഖൈറ വലാ ശർറ, ഖൈറുല്ല ശർറുല്ല, നിന്റെ ജഹ്ല് മാത്രമേ ഉള്ളൂ എന്ന് ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു.
തുർമുദി രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അത്വീറത്തു ശിർകുൻ അത്വീറത്തു ശിർകുൻ. തുർമുദി, അബൂ ദാവൂദ്. തീറത്ത് ശിർക്കാണെന്ന് മുഹമ്മദ് നബി. പക്ഷി ശാസ്ത്രം നോക്കുക എന്നത് ശിർക്കിന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് നബി. അത്വീറത്തു ശിർകുൻ, അത്വീറത്തു ശിർകുൻ. ഈ ഹദീസ് എടുത്തു വെച്ചിട്ട് അവിടെ ഫത്ഹുൽ ബാരി പറയുന്നുണ്ട്, ഇന്നമാ ജുഇല ദാലിക ശിർകൻ ലിഇഅ്തിഖാദിഹിം അന്ന ദാലിക യജ്ലിബു നഫഅൻ ഔ യദ്ഫഉ ളർറൻ. ഈ ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടാവാൻ, ഉപകാരങ്ങളെ കൊണ്ടുവരാനും ഉപദ്രവങ്ങളെ തടയാനും ഈ പക്ഷികൾക്ക് കഴിയും എന്നവർ വിശ്വസിക്കുന്നതോടുകൂടെ ഫകഅന്നഹും അശ്റകൂ മഅല്ലാഹ്, അള്ളാഹുവിൽ അവർ ശിർക്ക് വെച്ചു എന്നാണ്. ഇവിടെ പ്രധാനമായി ഇവിടെ വിഷയം ആർക്കാന്നറിയോ? സത്യത്തിൽ പെണ്ണുങ്ങളാണ്. നമ്മളെ വേദിയിൽ നല്ലൊരു ശതമാനം പെണ്ണുങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം കനപ്പെടുത്തി പറയുന്നത്. ആണുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഷീട്ടെടുക്കുന്നിടത്തൊക്കെ നിൽക്കാൻ പൂരി ഉണ്ടാവും, പക്ഷെ നാലാള് കാണുമെന്ന് പേടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് പല ആളുകൾ. ഓരോരുത്തരും ഇങ്ങനെ ഭാഗ്യം ഇങ്ങനെ എണ്ണി എണ്ണി പറയുമ്പോ നമ്മളെ ഭാഗ്യം കൂടി ഒന്ന് കേൾപ്പിക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ ചിലപ്പോ അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്ങനെയാണ് ഇപ്പൊ പള്ളി പ്രസിഡന്റായ ഞാന്, കളരിയർ പാപ്പയായ ഞാന്, സെക്രട്ടറി ആയ ഞാനിതിന് മെനക്കിടാൻ? എല്ലാവർക്കും ഉണ്ടല്ലോ ഇപ്പൊ ഈ ഉപകാരത്തിൽ താല്പര്യവും ഉപദ്രവത്തെ തടയാനുള്ള പൂടിയും. അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യന്മാരെ മെഹ്റാബിൽ കടന്നുറങ്ങിയിട്ടും കാര്യമില്ല, അവൻ ശിർക്ക് മാത്രമേ കൊണ്ടുവരൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പെണ്ണുങ്ങൾ ഇത് വളരെ ചിന്തിക്കണം, പെണ്ണുങ്ങൾ ഇത് നല്ല പോലെ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഹബീബായ നബി പറഞ്ഞു, അത്വീറത്തു ശിർകുൻ, പക്ഷികളെ കാര്യത്തിന് വേണ്ടി അവലംബിക്കൽ ശിർക്കാകുന്നു. ഫഇന്നഹും, അവിടെ ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരി ബഹുമാനപ്പെട്ട ഹാഫിദ് തങ്ങൾ പറഞ്ഞു, ഫകഅന്നഹും അശ്റകൂഹു മഅല്ലാഹ്, അവർ അല്ലാഹുവിൽ ശിർക്ക് വെച്ചു എന്നതാണ് അതിന് കാരണം എന്ന് ഹബീബായ നബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ മഅ്മർ ഇബ്നു ഇസ്മാഈല ഇബ്നു ഉമയ്യത അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സലാസുൻ. എന്നാലും ചെറിയൊക്കെ ചില വിഷയം, ചില കാര്യങ്ങളൊക്കെ ചിലരെ മനസ്സിലുണ്ടാകും. റസൂലുള്ള പറഞ്ഞു, സലാസുൻ ലാ യുസ്ലിമു മിൻഹുന്ന അഹദുൻ, 3 കാര്യത്തിൽ നിന്ന് ഒരാൾ ഒഴിവാവൂല. എല്ലാവർക്കും അതുണ്ടാവും. 3 കാര്യത്തിൽ നിന്ന് ഒരാൾ ഒഴിവാവൂല. ഒന്ന് അത്വീറത്തു, ഈ ലക്ഷണം നോക്കല്. അതെല്ലാരും മനസ്സിലുണ്ടാവും. എന്തെങ്കിലും ഒരു അവലക്ഷണം കാണുന്നോട് കൂടെ അള്ളാഹ് പറ്റിച്ചോ, ഏതായാലും മുവഹിദാണ്, മുസ്ലിം ആണല്ലോ എന്ന നിലക്കത് ചെയ്യാൻ പാടില്ല. എന്നാലും ഒരു ലേശം ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പലർക്കും ഉണ്ടാകും. ആർക്കും തീറത്തുണ്ടാവും. രണ്ടാമത്തെ കാര്യം വല്ലന്നോ, ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോ അതേക്കുറിച്ച് തനിക്കെതിരാണെന്ന് ഭാവന വരും. വല്ല ഹസദോ, ഹസൂയയുണ്ടാകും. 3 കാര്യം ആർക്കും ഒഴിവാകൂലാന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീറത്തെ ലക്ഷണം തോന്നുക, അതൊരു ലക്ഷണാണ്, അതൊരു മോശമാണ്. ഇറങ്ങിയപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് ക്ലിയർ ആവൂലാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്നിങ്ങനെ തോന്നുന്ന ഒരു ലക്ഷണം തോന്നല് മിക്കവാറും ആളുകൾക്ക് ഉണ്ടാവാറുണ്ടല്ലോ. നമ്മൾ കരുതി പുറപ്പെട്ട ഒരു കാര്യം നടന്നിട്ടില്ല എങ്കിൽ വഴിക്ക് വെച്ച ഒരാളെ നമ്മൾ കണ്ടത് ആദ്യം അങ്ങോട്ട് ഓർക്കും. ഈ ബിലീസിനെ കണ്ടപ്പോഴേ ഉറപ്പിച്ചിട്ടുണ്ട് ഈ പരിപാടി ഇന്നെ നടക്കൂലാന്ന് ഉറപ്പിച്ചിട്ടുണ്ട് എന്ന്. പിന്നെ ഒരു 2 കൊല്ലത്തിന് മൂപ്പരോട് സലാം പറയില്ല. എന്റെ ഈ സാധു ഇവന്റെ തലയിൽ എഴുത്തിന് വേണ്ടി പായ്യ, ഇവൻ ഇറങ്ങുന്ന നേരത്ത് മാത്രമേ വരാൻ പാടുള്ളൂ, നിയമൊന്നുമില്ലല്ലോ. മറ്റേ സാധു ഓടിപ്പോവാ, എങ്ങനെയെങ്കിലും എന്റെ തലയിലെഴുത്ത് ക്ലിയർ ആവട്ടെ എന്ന് എഴുതിയിട്ട്. അപ്പോഴാ ഇവനും ചാടിയത്. ഒരുപക്ഷെ മറ്റേ മൂപ്പരും നടന്നിട്ടുണ്ടാവില്ല, ഇവൻ കണ്ട മറ്റേ മൂപ്പര കാര്യം നടന്നിട്ടുണ്ടാവില്ല. അത് കാണുന്നോടുകൂടെ അയാളും വിചാരിച്ചു ആ മറ്റേ പഹയനെ കണ്ടോടുകൂടെ ഞാനും അർപ്പിച്ചിട്ടുണ്ട്. രണ്ടും അങ്ങോട്ടും തിരിഞ്ഞു ഇങ്ങോട്ടും തിരിഞ്ഞു. ഇനി 2 കൊല്ലം പരസ്പരം കണ്ടുമുട്ടുമ്പോ വരെ ഇവൻ അങ്ങോട്ടും ഉണ്ടാലും തോന്നും നിന്നെ പോലത്തെ ശൈത്താനെ കണ്ടാ നാട് നന്നാവൂല, നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ ശരിയാക്കിയിട്ട് വിളിച്ചിട്ടാലേ ഈ നാട് നന്നാവുള്ളൂ എന്ന് ഇവനും തോന്നും അവനും തോന്നും. തന്നെ ഹബീബായ നബി പറഞ്ഞു, ഇത് മനുഷ്യരിൽ സ്വാഭാവികമായി ഉണ്ടാകും. പിന്നെ എന്തെങ്കിലും കാര്യം കാണുമ്പോ അത് എനിക്കെതിരാവോ എന്നിങ്ങനെ ചിന്ത ഉണ്ടാവും. ഇപ്പൊ വലിയൊരു ജനക്കൂട്ടം ഉണ്ടാവുകയാണല്ലോ ഇപ്പൊ ഇവിടെ. എന്താ ഇപ്പൊ ഇവരൊക്കെ ഉദ്ദേശിക്കണ ആവോ എന്ന് ചിന്തിക്കുന്നവരും കേരളത്തിൽ ഇല്ലാതില്ല എന്ന് എനിക്ക് തോന്നി പോവുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടായി പോകുന്നുണ്ട്. ഇപ്പൊ ഇനിയിപ്പൊ എന്താണ് ആവുക? ഒന്നും ആവാൻ പോണില്ല. അള്ളാഹുവിലേക്ക് മടങ്ങും. പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവില്ല, പുതിയ ഗ്രൂപ്പ് ഉണ്ടാവില്ല, പുതിയ ത്വരീഖത്തും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. യർജിഉ നർജിഉ ഇലല്ലാഹ്.